ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പാത്രം നിറയെ പലഹാരം റെഡിയാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ്. ഒരു പാനിലേക്ക് 1 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 150 ഗ്രാം വരും. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനിയാക്കി എടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് മെൽട്ടായി വന്ന് ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. നൂൽപ്പരുവൊന്നും ആവശ്യമില്ല. ഇതിപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഓഫാക്കിയിട്ട് ഇതിൻ്റെ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 100 ഗ്രാം തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 കപ്പിൻ്റെ അടുത്ത് കാണും. ആ ഒരു തൈര് പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡയും തൈരും റിയാക്ട് ചെയ്ത് ഒന്ന് നന്നായിട്ട് പതഞ്ഞ് വരും. ആ ഒരു സമയം വരെ ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നോക്കൂ, നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ആ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചൂടൊക്കെ ആറി വന്നതിന് ശേഷം മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കൈ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഇത് നന്നായിട്ട് ആ ശർക്കരപ്പാനിയുടെ ആ ഒരു ഇതിൽ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ അവസാനം കാണിച്ചു തരാം. ഇപ്പോൾ ദാ ഇതൊരല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂട്ടൊരു കുഴഞ്ഞ രീതിക്കുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതുപോലെ കൂട്ടൊന്ന് ആയി വന്നതിന് ശേഷം ഒരു മിനിറ്റ് നേരം കൈയെടുക്കാതെ നല്ല പോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ടും ഫ്ലഫി ആയിട്ടും കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 30 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. മിനിമം 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം. അതിൽ കൂടുതലായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ നോക്കൂ, ഞാനിപ്പോൾ ഇവിടെ ഏകദേശം അരമണിക്കൂറിൽ കൂടുതൽ റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. ഒരിങ്ങനെ മുറിഞ്ഞ് വീഴുന്ന ടൈപ്പിലുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം കൂട്ടെടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. കയ്യിൽ ഒരല്പം വെള്ളമാക്കുന്നതാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കിതുപോലെ പിഴിഞ്ഞിടാൻ വേണ്ടി പറ്റും. ചെറിയ ചെറിയ ഉരുളകളായിട്ടാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതാവും നല്ലത്. കാരണം ഇതിൽ ശർക്കരയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളർ പെട്ടെന്ന് മാറി വരും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് ഡാർക്ക് കളറാവും, ഉള്ളോളം വെന്ത് വരില്ല. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ചാക്കിയിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു പലഹാരം ഇരിക്കുക. ചെറിയ ചെറിയ ഷേപ്പിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനും വേണ്ടി പറ്റും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളാണ്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.